ഈ പാർലമെന്റ് അതിക്രമ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഈ കേസിൽ എന്താണെങ്കിലും പ്രതികൾക്കെതിരെ UAPA വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 6-ാമൻ ലളിത് ഛായ്ക്കായി തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഭഗത് സിംഗ് എന്നൊരു ഫേസ്ബുക്ക് പേജിലൂടെ 1.5 വർഷം മുൻപാണ് ഇത്തരത്തിൽ ഈ പ്രതികളെല്ലാം പരസ്പരം പരിചയപ്പെടുന്നത്. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലാണ് അന്വേഷണ ചുമതലയുള്ളത്. പ്രതികളുടെ സംഘടനാ പശ്ചാത്തലവും ഒപ്പം ഈ അന്വേഷണ പരിധിയിലാണ്. അതേസമയം തന്നെ പാർലമെന്റ് ആക്രമണത്തിന്റെ 22-ാം വാർഷിക ദിനത്തിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പാർലമെന്റ് അതിക്രമ കേസിൽ ഇന്ന് 2-ാം ദിനമാണ്. ഈ ദിവസം പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷവും ഈ ഒരു വിഷയത്തിൽ അവരുടെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഈ പ്രതികൾക്ക് പാസ് അനുവദിച്ച MP-യെ പുറത്താക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായി അവർ ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട സേതു, തീർച്ചയായിട്ടും ഈ CRPF DGയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം എന്ന് പറയുന്നത് പാർലമെന്റിൽ സംഭവിച്ചിരിക്കുന്ന സുരക്ഷാ വീഴ്ചയെപ്പറ്റി മനസ്സിലാക്കാനും അത് പരിശോധിക്കാനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഈ പ്രതിഷേധമുണ്ടായ നീലവും അതുപോലെ തന്നെ അമോളും ഈ പാർലമെന്റിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധം അത് ഈ പരിസരത്ത് വെച്ചായിരുന്നു. ഇത് പഴയ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ ഗേറ്റ്. ഇതിന് തൊട്ടടുത്ത് വലതുവശത്തായിട്ടാണ് ഈ പുതിയ പാർലമെന്റിലെ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റും ഉള്ളത്. അത് പാർലമെന്റ് റിസപ്ഷൻ കൂടെയാണ് ആ ഭാഗത്തുള്ളത്. ഈ പഴയ പാർലമെന്റിനോട് തൊട്ടടുത്ത് തന്നെ നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരവും കാണാം. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നതിൽ നിന്നും അധികം സുരക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നു. ബാരിക്കേഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പുറകിലായിട്ട് നിരവധി സർക്കാർ ഓഫീസുകളുണ്ട്. അതായത് ട്രാൻസ്പോർട്ട് ഭവൻ അടക്കമുള്ള നിരവധി സർക്കാർ ഓഫീസുകളുണ്ട്. അവിടെ പോലീസിൻ്റെ ഒരു വലിയൊരു സന്നാഹം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധന ഇല്ലാതെ ആരെയും ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. കൃത്യമായി ID കാർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ പരിസരത്തേക്ക് പോലും ആരെയും പ്രവേശിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ജീവനക്കാരെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഈ ഗേറ്റിന് മുന്നിൽ വരെ പ്രതിഷേധമുള്ളത്. ഇന്നലെ ഇവിടെ ഏതൊരാൾക്കും ഈ ഗേറ്റിന് പുറത്ത് വരെ ആർക്കും വന്ന് നിൽക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നീലവും അമോളും ഈ പ്രദേശത്തേക്ക് എത്തി. ലളിത് ഝായും ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ലളിത് ഝാ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടു. അയാളെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ വെച്ചാണ്, ഈ പരിസരത്ത് വെച്ചാണ് ആ കളർ ക്യാനിസ്റ്റർ പൊട്ടിച്ചുകൊണ്ട് ഇവർ പ്രതിഷേധം നടത്തിയത്. ഇവിടെ നിന്നാണ് അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഫോറൻസിക് പരിശോധന നടത്തി ഈ പ്രദേശത്ത് സീൽ ചെയ്തിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ പ്രദേശത്തേക്കുള്ള പരിശോധന ശക്തമാക്കുന്നു. നിയന്ത്രണം അത് കർശനമാക്കി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിടിയിലായിട്ടുള്ള 5 പേർക്കെതിരെയാണ് ഇപ്പോൾ UAPA ചുമത്തിയിരിക്കുന്നത്. അതായത് രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തിയിരിക്കുന്നു. പക്ഷേ നിലവിൽ ഇവർക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളായോ ഒന്നും തന്നെ ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. എന്നാലും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്.